നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഭർത്താവിന്റെ ചതിയിൽപ്പെട്ട ബർദുബായ് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന മലയാളി അനിത ബാലു എന്ന സ്ത്രീയുടെ കഥ കുറച്ച് പ്രവാസികളെങ്കിലും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 9 മാസത്തോളമാണ് ഇവർ തെരുവിൽ കഴിഞ്ഞത്. അനിത ബാലുവിന്റെ സംരക്ഷണം ഇപ്പോൾ ദുബായ് എമിഗ്രേഷൻ അധികൃതർ ഏറ്റെടുത്തിരിക്കുകയാണ്. അനിത സുരക്ഷിതമായി എമിഗ്രേഷന്റെ കീഴിൽ ഷെൽട്ടറിൽ കഴിയുന്നതായി അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ കടബാധ്യതകൾ തീർക്കാനും എമിഗ്രേഷൻ ഇടപെടും. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചയക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന സന്തോഷ വാർത്തയാണ് പ്രവാസികളുമായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ ബാങ്കുകളിലെ ബാധ്യതകൾ എമിഗ്രേഷൻ ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സ്വകാര്യ കമ്പനിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിച്ചാലേ അനിതയുടെ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമാകുകയുള്ളൂ. അതിന് സുമനസ്സുകളുടെ സഹായവും അനിവാര്യമാണ്. ഏറെ യാതനകൾക്കും ദുരിത ജീവിതത്തിനും ശേഷമാണ് ഇത്തരത്തിലൊരു ആശ്വാസ വാർത്ത അനിതയെ തേടിയെത്തിയിരിക്കുന്നത്. ബർദുബായ് വഴിയോരത്തെ ഒഴിഞ്ഞ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ കഴിയുന്ന ഇവരുടെ കഥ ഏറെ വൈറലായിരുന്നു. 9 മാസത്തോളമായി ഇവർ കഴിഞ്ഞത് ടെലിഫോൺ ബൂത്തിലാണ്. ഭർത്താവിന്റെ ചതിയാണ് അനിത ബാലു എന്ന 46-കാരിക്ക് ഈ ദുരവസ്ഥ സമ്മാനിച്ചത്. ഇവരുടെ ഭർത്താവ് ആലപ്പുഴ മുതുകുളം സ്വദേശി ബാലു ദുബായിൽ ബിസിനസ്സുകാരനായിരുന്നു. 1996 മുതൽ നടത്തിയ ബിസിനസ് പിന്നീട് തകരുകയും വിവിധ ബാങ്കുകളിൽ നിന്ന് ബാലു വൻ തുക വായ്പയെടുക്കേണ്ടി വരികയും ചെയ്തു. അതിനെല്ലാം ജാമ്യം നിർത്തിയത് ഭാര്യയായ അനിതയെയായിരുന്നു. വായ്പ തിരിച്ചടയ്ക്കാനാവാതായപ്പോൾ ബാലു അനിതയെ ഉപേക്ഷിച്ച ഇളയ മകനെയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങി. ദുരിതത്തിലായ ഇവർ മൂത്ത മകനെയും കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും വായ്പ തിരിച്ചടയ്ക്കാനാകാത്തതിനെ തുടർന്ന് ബാങ്കുകാരും മറ്റൊരു കമ്പനിയും കേസ് കൊടുക്കുകയും ഒടുവിൽ അനിത കീഴടങ്ങുകയുമായിരുന്നു. പിന്നീട് 36 മാസത്തെ തടവ് ശിക്ഷ. ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അവർ ബർദുബായ് റഫ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകാൻ തയ്യാറായിരുന്നില്ല. സഹതാപം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ഭക്ഷണവും മറ്റും നൽകി. പിന്നീട് ടെലിഫോൺ ബൂത്ത് താമസ സ്ഥലമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. മൂത്ത മകൻ അപ്പോൾ താൻ പഠിച്ച സ്കൂളിൽ ചെറിയൊരു ജോലി സമ്പാദിച്ചിരുന്നു. എന്നാൽ മകന്റെ കൂടെ താമസിക്കാൻ അനിത തയ്യാറായില്ല. ഭർത്താവിനോടുള്ള പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. സാമ്പത്തിക ബാധ്യത തീരാതെ താൻ നാട്ടിലേക്ക് മടങ്ങില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ഇവർ. 22 ലക്ഷത്തോളം ദിർഹമായിരുന്നു ബാങ്കിൽ അടക്കേണ്ടിയിരുന്നത്. മറ്റൊരു കമ്പനിക്ക് 5 ലക്ഷം ദിർഹവും അടയ്ക്കാനുണ്ടായിരുന്നു. 2 കൂട്ടരും സിവിൽ കേസ് നൽകിയപ്പോൾ അനിത കുടുങ്ങി. അഡ്വക്കേറ്റ് എബ്രഹാം പി ജോണിന്റെ ശ്രമഫലമായി ബാങ്ക് വായ്പാ തുക 2 ലക്ഷമാക്കി ബാങ്കുകാർ കുറച്ചു നൽകിയെങ്കിലും ഇക്കഴിഞ്ഞ നവംബർ 30-ന് മുൻപ് തുകയടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. വീണ്ടും അപേക്ഷ നൽകി കാലാവധി ഡിസംബർ അവസാനം വരെ നീട്ടി നൽകി. ആ തീയതിക്ക് മുൻപും പണം അടച്ചില്ലെങ്കിൽ ഇളവ് റദ്ദാക്കുമെന്നും ബാങ്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അന്നും പണമടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. അനിതയ്ക്ക് താൽക്കാലികമായി താമസ സൗകര്യം നൽകാൻ തയ്യാറാണെന്ന ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചെങ്കിലും തന്റെ കേസുകൾ ഒത്തുതീർപ്പാക്കാതെ തെരുവിൽ നിന്ന് മാറില്ലെന്ന നിലപാടിലായിരുന്നു ഇവർ. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ അനിതയ്ക്ക് താങ്ങായി ദുബായ് എമിഗ്രേഷൻ അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.